ഇപ്രാവശ്യത്തെ കളക്ഷൻ തീരെ കുറഞ്ഞു പോയല്ലോ പൊന്നി. കുറെ അധികം പൈസ വരാനുണ്ട്. അല്ല, ആ സോമപിള്ള ഇത്തവണയും പൈസ തന്നില്ലേ? കാശിനി ചെല്ലുമ്പോ അയാൾക്ക് 100 പരാതിയാ. വെളിച്ചെണ്ണയ്ക്ക് കനപ്പുണ്ട്, ഉപ്പേരിക്ക് വേവ് പോരാ. അയാൾക്ക് മാത്രമേ പരാതിയുള്ളൂ. കാശ് തരാതിരിക്കാനുള്ള അടവാ അയാളുടെ. ഇനി നമ്മൾ അയാൾക്ക് ഒന്നും കൊടുക്കുന്നില്ല. ഉള്ള കച്ചവടം കളയണ്ടെന്ന് വെച്ച് കൊടുക്കുന്നതാ. കാശ് തരാൻ മടിയുണ്ടെങ്കിൽ പിന്നെ കൊടുക്കണ്ടെന്നേ. സത്യാമേ, അല്ല സത്യാമേ, അന്ന് പണം കൊടുത്തോണ്ട് പോയവനെ തന്നെയാണോ ആ നൂർജഹാന്റെ വീട്ടിൽ വെച്ച് കണ്ടത്? പിന്നെ അല്ലാതെ, അവനെ ഏത് പാതിരാത്രി കണ്ടാലും എനിക്ക് മനസ്സിലാവും. അത് അവൻ തന്നെയാ. എന്റെ പണം എടുത്തോണ്ട് പോയവൻ തന്നെയാ. എങ്കിലേ ആ പണം തിരിച്ചു കിട്ടാൻ ഒരു വഴിയുണ്ട്. എന്തു വഴി? ആ വീട്ടിൽ ആർക്കെങ്കിലും ഈ പണവുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ ആ സെക്കൻഡ് ഈ വാർത്ത ആ പണം എടുത്തവന്റെ കാതിലെത്തിക്കും. അല്ല, എന്താ വഴിയെന്ന് പറഞ്ഞില്ലല്ലോ. ആ പണം തിരിച്ചു കിട്ടാനായി നിയമവഴികൾ ഉണ്ടോ എന്ന് നോക്കാൻ പോവുകയാണെന്ന് ആ വീട്ടിൽ ആരെങ്കിലും ഒന്ന് അറിയിക്കണം. എന്താ സംഭവിക്കാന്നറിയാലോ. അത് ശരിയാ സത്യമേ. കേസും പ്രശ്നമൊക്കെ ആകുമെന്നറിയുമ്പോ അവൻ താനെ കൊണ്ടുവന്ന് പണം വീടിന്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് പോകും. കാശ് അങ്ങനെ ആരെങ്കിലും കൊണ്ടുവന്ന് വെക്കോ? ആർക്കാ സത്യാമേ പോലീസിനെ പേടിയില്ലാത്ത? കുഴപ്പമാകുന്നറിയാൽ ആരും ചെയ്യും. ബസ്സിൽ മാല പൊട്ടിക്കുന്നവരെ കണ്ടിട്ടില്ലേ? പിടിക്കപ്പെടുമെന്ന് കണ്ടാൽ സൂത്രത്തിൽ മാല എങ്ങ് താഴെ. അപ്പൊ ആരാ എടുത്തെന്ന് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് പോയി പറഞ്ഞു നോക്കാല്ലേ? പോയി പറഞ്ഞു നോക്കണം സത്യാമേ. ഇപ്പൊ തന്നെ പോയി പറയണമെന്നേ ഞാൻ പറയും. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി തന്നെ അവൻ പൈസ എടുത്തെടുത്ത് വെച്ചിട്ട് പോകും. ഈശ്വര, പിള്ളയുടെ നാവ് പൊന്നാവട്ടെ. അത് നടന്നു കിട്ടിയാൽ നമ്മുടെ കുറെ അധികം പ്രശ്നങ്ങൾ മാറിക്കിട്ടും. അതെ, എന്നാ പിന്നെ വൈകുന്നില്ല. ഇപ്പൊ തന്നെ ഞാൻ പോയി ഒന്ന് സൂചിപ്പിച്ചേക്കാം. പിന്നെ ചെല്ലുമ്പോ തന്നെ പറഞ്ഞേക്കരുതേ. സാവകാശം സംസാരത്തിനിടയിൽ സൂചിപ്പിച്ചാ മതി. ശരി പൊന്നി, ഇതങ്ങ് അകത്തേക്ക് വെച്ചേക്ക്. ഞാനേ പോയിട്ട് വരട്ടെ. എങ്കിൽ സമയം കളയേണ്ട സത്യാമേ, ഇപ്പൊ തന്നെ പോവാൻ നോക്ക്. ശരി, എന്നാ ഞാൻ പോയിട്ട് വരാം.